പിന്നെ അതിനകത്തുള്ള കണ്ടീഷൻസാണ് പ്രശ്നം. ചില MOUലാണെങ്കിൽ കണ്ടീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ ഇത് മാറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് മാറ്റാം, അല്ലെങ്കിൽ 2 ഗവൺമെൻറ്റും കൂടി മാറ്റാം, ജോയിൻറ്റ് കമ്മിറ്റിയിൽ മാറ്റാം, ഇന്ന കാര്യം മാറ്റാൻ പറ്റൂല, ഇന്ന കാര്യം മാറ്റാം, അങ്ങനെയൊക്കെ കണ്ടീഷനുകൾ വയ്ക്കാൻ പറ്റും. അത് അതിനകത്തുള്ള സാധനമാണ്. അത് നോക്കി ബാർഗെയിൻ ചെയ്ത് നമ്മൾ കണ്ടീഷൻ വയ്ക്കേണ്ടത് നമ്മുടെ ജോലിയാണ്, സ്റ്റേറ്റിൻ്റെ ജോലിയാണ്. ഇന്ന കണ്ടീഷൻ പറ്റൂല എന്ന് പറഞ്ഞ് അവരോട് കത്തെഴുതി ഞങ്ങൾക്ക് നയപരമായി ഇന്ന കണ്ടീഷനോട് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റിൽ ഇന്നത് വേണം, അങ്ങനെ പറയുമ്പോഴും പ്രശ്നമുണ്ട്. കാര്യം കേരളത്തിന് മാത്രമായ ഒരു MOU അവരുണ്ടാക്കത്തില്ല, ഇന്ത്യക്ക് മൊത്തമാണ് MOU ഉണ്ടാക്കുന്നത്. അപ്പോൾ കേരളത്തിന് മാത്രമായൊരു MOU ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ്, അതുകൊണ്ട് അവർക്കൊരു MOU, തമിഴ്നാടിനൊരു MOU, അപ്പുറത്തെ ഒരു MOU, അങ്ങനെ ഒരു MOU ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുപോലെ തമിഴ്നാട് കേസിന് പോയി എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യം. തമിഴ്നാട് കേസിന് പോയത് എന്താണ്? അവിടുത്തെ പാവപ്പെട്ട കുറേ കുട്ടികൾക്ക് പൈസ കൊടുക്കാൻ പറ്റുന്ന എന്നുള്ള ഒരു വിഷയത്തിലാണ് കേസിന് പോയിരിക്കുന്നത്. ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് പൈസ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് കേസിന് പോയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളുടെ ഒരു കാര്യകാരണ സഹിതമുള്ള വിശകലനം കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. 1994 തുടങ്ങി 2000 ആയി ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ കൃത്യമായ രീതിയിലാണ് കേരളത്തിൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലായിട്ടുള്ളത്. അത് UDFൻ്റെ കാലത്ത് ആണ് ആദ്യം തുടങ്ങുന്നത്. കാരണം അന്നാണ് വേൾഡ് ബാങ്കിൽ നിന്ന് പൈസ കിട്ടുന്നത് DPEPക്ക്. അത് കഴിഞ്ഞ് LDF അത് നന്നായി കൊണ്ടുപോയി, അത് പല രൂപത്തിൽ കൊണ്ടുപോയി. അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ എതിർക്കും, പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അനുകൂലിക്കും, പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എതിർക്കും. ഈ ഒരു സമീപനമൊക്കെ മാത്രമേ കേരളത്തിലുള്ളായിരുന്നു. അല്ലാതെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകട്ടെ, അല്ലെങ്കിൽ CPI ആവട്ടെ, CPM ആവട്ടെ, അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ആവട്ടെ, അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്താവട്ടെ, ഇവിടുത്തെ പുരോഗമന ചിന്താഗതിക്കാരാകട്ടെ, ഇവിടെ ഇപ്പോൾ ഇന്നലെ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ 85 സാഹിത്യകാരന്മാരാകട്ടെ, എവരാരും തന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ പൊട്ടൻ കിണറ്റി കിടക്കുന്നത് പോലെ, തവള കിണറ്റി കിടക്കുന്നത് പോലെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കാണുന്നത്.